ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ വീഡിയോസ് നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഞാൻ ആരാന്ന്. അതുപോലെ ഇപ്പം ഞാനിപ്പോൾ കുറേ ആയി വീഡിയോ ഇട്ടിട്ട്, അപ്പം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിലും പഴയ ആൾക്കാർക്ക് വേണ്ടിയിട്ടും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താം. എൻ്റെ പേര് രമ്യ. ഞാൻ MBBS സ്റ്റുഡൻ്റ് ആണ്, 5th ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ യുക്രൈനിലാണ് പഠിക്കുന്നത്. നാട്ടിൽ എറണാകുളത്താണ് വീട്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ഇടുമായിരുന്നു, കണ്ടിന്യൂസ് വ്ലോഗാണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ഇട്ടുകൊണ്ട് തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് ഇവിടെ കുറച്ച് കറണ്ട് ഇഷ്യൂസൊക്കെ വന്ന സമയത്ത് ഞാൻ ഷോർട്സ് ഇടൽ കുറഞ്ഞു, എനിക്ക് ലൈവ് വരാൻ പറ്റാണ്ടായി. ഇപ്പം മൊത്തത്തിൽ യൂട്യൂബ് ചാനലൊരു ഡൗൺ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ആ സമയത്തും ഞാൻ ഇടുന്ന ഓരോ ഷോർട്സിനും അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടാലും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നോട് സംസാരിച്ച് എന്നെ ഓക്കെ ആണോ, എന്ത് പറ്റി, എന്താ ലൈവ് വരാത്തെന്നൊക്കെ ചോദിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ലൈവ് വരാൻ അല്ലെങ്കിൽ എൻ്റെ ഓരോ വീഡിയോ കാണാൻ വേണ്ടി ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വീഡിയോസ് ഇടാൻ പറ്റാണ്ടിരുന്നത് കുറച്ച് ഇവിടെ പവർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പവർ കട്ട് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പ്രോബ്ലം ആയപ്പോഴത്തേക്കും നമുക്ക് കറണ്ട് വരുമ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോകണം. അപ്പം അങ്ങനെ ഒരു തിരക്കിലായതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ ഞാൻ തന്നെ കുറച്ച് മടി പിടിച്ച് ഞാനും കുറച്ച് മൂകത എന്നൊരു ഭാവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തുകൂടാ. പിന്നെ ഇവിടെ ഞാൻ യൂട്യൂബിൽ കൂടുതലും ഇപ്പം ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ട്രിപ്പ് ടു സംവെയർ അങ്ങനെയൊക്കെയാണ് കുറേ വീഡിയോസ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം എപ്പോഴും ഹാപ്പനിങ് ലൈഫ് ആയിരിക്കില്ലല്ലോ നമ്മുടെ. ഇപ്പം ഞാനാണെങ്കിൽ രാവിലെ എണീക്കുക, ഫുഡ് കഴിക്കുക, ക്ലാസ്സിൽ പോവുക, പഠിക്കുക, തിരിച്ചു വരിക, വീണ്ടും ഫുഡ് ഉണ്ടാക്കുക, പഠിക്കുക, പിറ്റേ ദിവസത്തേക്ക് ഉള്ളത്, അങ്ങനത്തെ ഒരു ലൈഫ് പോയിക്കൊണ്ടിരിക്കും. അപ്പം പ്രത്യേകിച്ച് ഹാപ്പനിങ് ഒന്നും അല്ല ലൈഫ്. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഇപ്പം ഇടുക, എന്താ ഇപ്പം കണ്ടന്റ് ആക്കി ഇടുക, കണ്ടന്റ് ഇല്ലെങ്കിൽ ആൾക്കാർക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം 1.5 കൊല്ലം ഇവിടെ ഉള്ളൂ. ഞാൻ ഇപ്പം 5th ഇയർ ആണ്, 6th ഇയർ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കോഴ്സ് തീരും, ഞാൻ നാട്ടിലേക്ക് പോകും. അപ്പം ഈ ഒരു 1.5 കൊല്ലം വൈ കാണ്ട് ഡോക്യുമെന്റ് മൈ ലൈഫ്. അപ്പം ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം ഉണ്ടായി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് വീഡിയോ എടുക്കുന്നുണ്ടാവും, പക്ഷെ എവിടെ അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തുകൊണ്ട് എൻ്റെ ലൈഫ് ഒരു ഡോക്യുമെന്റ് ആക്കിക്കൂടാ. നോട്ട് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, അങ്ങനത്തെ ടൈപ്പ് അല്ല. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കാം എൻ്റെ ലൈഫിനെ പറ്റി, ഇവിടുത്തെ കാര്യങ്ങളെ പറ്റി, ഇല്ലെങ്കിൽ പണ്ടത്തെ ഏതെങ്കിലും നല്ല കുത്തിപ്പൊക്കാൻ പറ്റിയ സ്റ്റോറീസ് ഉണ്ടെങ്കിൽ അത് കുത്തിപ്പൊക്കാം. അപ്പം ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇടാനാണ് ഇപ്പം പ്ലാൻ ചെയ്തേക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതായത് ഇപ്പം ഞാൻ എൻ്റെ കൂടെ പഠിക്കുന്നവർ മലയാളികളല്ല, അപ്പം അതിനകത്തൊരു ലാംഗ്വേജ് ബാരിയർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിലും പുറത്ത് ഇപ്പം നമ്മൾ വേറെ എങ്ങോട്ടും പോകുന്നില്ല. ഇപ്പം ക്ലാസ് ഉള്ളതുകൊണ്ട് ക്ലാസ്സിൽ പോവാ തിരിച്ചു വരാം, ക്ലാസ്സിൽ പോവാ തിരിച്ചു വരാം, ആ ഒരു എഫക്റ്റാണ്. പിന്നെ വീക്കെൻഡ്സ് ആണെങ്കിലും അങ്ങനെ വലിയ ഹാപ്പനിങ് കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഹാപ്പനിങ് കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പം ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെ എനിക്ക് ഇടാൻ പറ്റും ഹാപ്പനിങ് ഉള്ള സമയത്ത്. അല്ലാത്ത സമയത്ത് എന്തിടെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനിപ്പോൾ വിചാരിച്ചു ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാം. അതിൻ്റെ കൂടെ ഇപ്പോൾ ക്ലാസ്സിൽ ഇൻട്രസ്റ്റിംഗ് കേസ് എന്തെങ്കിലും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ക്ലിപ്സ് ആഡ് ചെയ്ത് അതിനെപ്പറ്റി സ്റ്റോറി പറയാം. അങ്ങനെ നമുക്ക് ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് എടുക്കാൻ വിചാരിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിന് ഉത്തരം തരാം, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് ഉത്തരം തരാം. അപ്പം ഞാനായിട്ട് ഇങ്ങനെ സംസാരിക്കാം. അപ്പം ഞാൻ അങ്ങ് വിചാരിച്ചു അങ്ങനെ ഒരു സംഭവം എടുത്താൽ നല്ലതായിരിക്കില്ലേ. കാരണം നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിലേക്ക് എനിക്ക് തിരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പം ഫോണിൽ ഗാലറി കിടന്നാലും നമ്മൾ എപ്പോഴും നോക്കണം എന്നില്ല, ബാക്കപ്പ് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ വൺസ് ഞാൻ നാട്ടിലെത്തി, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും സിറ്റുവേഷനിൽ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ ലുക്ക് ഓൺ ബാക്ക് ചെയ്യുമ്പം എനിക്കറിയാം ഓക്കെ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, ഇത്രയും ഇങ്ങനെ മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ശേഖരിച്ച് ഒരു ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. ഐ വോണ്ട് ടു ബി കൺസിസ്റ്റൻറ്റ്. ഇവിടെ എഴുതി വെച്ചേക്കണ പോലെ പ്രൊക്രാസ്റ്റിനേഷൻ പാടില്ല എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ അത് എന്തായാലും സെറ്റാക്കുന്നതായിരിക്കും. അത് തന്നെ ഡിജിറ്റൽ ജേർണൽ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ കറണ്ട് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഇനിയിപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് എൻ്റെ കൂടെ ഉണ്ടാവുക. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ യുക്രൈനിലെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എന്തായാലും അതിൻ്റെ വീഡിയോസ് എന്തായാലും ഞാൻ എടുത്തിടാം, അങ്ങനെ പ്രശ്നമില്ല. അല്ലാണ്ട് ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് എന്നും ക്ലാസ്സിലെ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും നമുക്കും ബോറാവും. അപ്പോൾ അതുകൊണ്ട് ഒരു കഥയെന്ന രീതിയിൽ വന്ന് പറയാം.
അതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും എനിക്ക്. ഞാനും ന്യൂ ആണിതിൽ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. പോകെ ഞാൻ ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ഇമ്പ്രൂവ്. ആ ഒരു വാക്കുണ്ട്. അപ്പം ഈ കാണുന്നത് ഇവിടുത്തെ സൂര്യപ്രകാശമാണ്. ഇവിടെ സൂര്യപ്രകാശം വന്നു തുടങ്ങി, പക്ഷെ കാര്യമില്ല. ഫ്രിഡ്ജിലെ ലൈറ്റ് പോലെ ചൂടൊന്നുമില്ല, ജസ്റ്റ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഫ്രിഡ്ജിലെ ബൾബില്ലേ അതുപോലെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. പുറത്തിറങ്ങി നല്ല തണുപ്പാണ്, കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. ഇവിടെ ഇപ്പോൾ സമയം എത്ര മണി? ഇവിടെ ഇപ്പോൾ സമയം 10:30, രാവിലെ 10:30 ഞാൻ നേരത്തെ എണീറ്റു. വാവ്, ഞായറാഴ്ച അല്ലെങ്കിൽ വൈകി എണീക്കാറ്. അപ്പം എൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ വീഡിയോ ആയിട്ട് എടുത്താൽ മതി. ഒരു പുതിയ എന്താ പറയുക ജേർണി, പുതിയ സ്റ്റാർട്ടിങ്. നമ്മൾ ഇത്ര നാൾ ഇപ്പം എൻ്റെ പഴയ വ്ളോഗ്സ് എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാം. അത് ഓരോ വ്ളോഗ് ലൈക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യുന്നതാണെങ്കിലും പുറത്ത് പോകുന്നതാണെങ്കിലും അങ്ങനെയുള്ള സ്പെഷ്യൽ വ്ളോഗ്സ് ആയിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ഇപ്പോൾ ഷോർട്സ് ആണെങ്കിലും ഞാൻ ഇടയ്ക്ക് ലൈക്ക് ആക്ടിങ് രീതിയിലിടുമായിരുന്നു. പിന്നെ ഇൻസ്റ്റയിലിടുന്ന സെയിം തന്നെ യൂട്യൂബിലിട്ട് നോക്കി. അതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എൻ്റെ ലൈക്ക് എന്തെങ്കിലും ന്യൂ ചെയ്യണം. ഇതൊക്കെ പഴയ കാര്യങ്ങളല്ലേ, എന്തെങ്കിലും ന്യൂ ചെയ്യണം എന്നൊരു മനസ്സിലിങ്ങനെ ചിന്ത കയറിയിട്ട് കുറച്ചായി. അപ്പം ഞാൻ ഇങ്ങനെ ഫ്രണ്ടിനോടൊക്കെ ഡിസ്കസ് ചെയ്തു, ലൈക്ക് ഇങ്ങനെ ചെയ്താലോ ഇങ്ങനെ ഇട്ടാലോ. അപ്പം 1.5 കൊല്ലം കഴിഞ്ഞ് ബാക്കിലേക്ക് നോക്കുമ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു പ്രൊഡക്ടിവിറ്റി നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിങ്ങനെ സംസാരിച്ചു. അപ്പം നല്ല ഐഡിയ എന്ന് തോന്നി. വീട്ടുകാരും ചോദിക്കുന്നുണ്ട് എന്താ നീ വീഡിയോ ഇടാത്ത, എന്ത് പറ്റി എന്താ ഇടാത്തേ. അപ്പം ഇവിടെ ഓൾറെഡി പവർ കട്ടിൻ്റെ ഇഷ്യൂസ്, പിന്നെ എൻ്റെ കുറേ ഇഷ്യൂസ്, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ രണ്ടും കൽപ്പിച്ച് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നു, ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത നാളെ തൊട്ട് വീണ്ടും എന്നും വൈകുന്നേരം ഇടാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എൻ്റെ ന്യൂ വീഡിയോ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനും തിരിച്ച് ഫുൾ ഓൺ പവറിൽ വരുന്നതായിരിക്കും. നമുക്ക് അടുത്തൊരു ദിവസം ഉടനെ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ. ഓക്കെ, ഓൾ ബി സേഫ്.